Dear brothers and sisters, welcome to Happy Life TV. നമ്മുടെയൊക്കെ മക്കളുടെ കഴിവുകൾ കണ്ടെത്തണം, രക്ഷിതാക്കൾ മക്കളുടെ കഴിവുകൾ കണ്ടെത്തണം എന്ന് എല്ലാവർക്കും അറിയാം, പലതവണ കേട്ടിട്ടുള്ള ഒരു കാര്യമായിരിക്കും. പക്ഷേ എന്തൊക്കെയാണ് കഴിവുകൾ എന്നത് അറിയാത്തതാണ് പലപ്പോഴും സാധാരണക്കാരായ രക്ഷിതാക്കന്മാർക്ക് വരുന്ന ഒരു പ്രശ്നം. കഴിവുകൾ കണ്ടെത്തണമെന്നറിയാം, പക്ഷെ എന്താണ് ഈ കഴിവ്, എന്ത് കണ്ടെത്തണമെന്നാണ് ഈ പറയുന്നത്, ഇത് മനസ്സിലാവാതെ പലപ്പോഴും അതിൻ്റെ ഒരു ക്ലാരിറ്റി പലപ്പോഴും നമുക്ക് കിട്ടാറില്ല. അപ്പം അത് മനസ്സിലാക്കാവുന്ന ചില ഉദാഹരണങ്ങളാണ് ഈ എപ്പിസോഡിൽ നാം ചർച്ച ചെയ്യുന്നത്. ഒരു കുട്ടിയെ ഒരു മാതാവ് ഒരു മരത്തിൻ്റെ ഒരു തൊട്ടിലിൽ, ഏകദേശം 1.5-2 വയസ്സ് പ്രായമുള്ള ഒരു കൊച്ചിനെ മരത്തിൻ്റെ ഒരു തൊട്ടിലിൽ ഒരു മാതാവ് ഇട്ട് വെക്കുന്നു. എന്നിട്ട് അല്പസമയം കഴിയുമ്പോഴത്തേക്കും ആ കുട്ടി പല മാർഗങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് അതിൽ നിന്ന് എങ്ങനെയെങ്കിലും രക്ഷപ്പെടാനുള്ള മാർഗങ്ങൾ, അതിൽ നിന്ന് രക്ഷപ്പെടാനുള്ള വഴികൾ ആ കുട്ടി അന്വേഷിക്കുന്നു. അപ്പോൾ അത് മുകളിലൂടെ ചാടാൻ നോക്കിയിട്ട്, അല്ലെങ്കിൽ താഴെ കൂടെ ഇറങ്ങി ഊളിയിട്ട് ഇറങ്ങാൻ നോക്കിയിട്ട്, പലതരത്തിലായിട്ട് രക്ഷപ്പെടാനുള്ള മാർഗങ്ങൾ ആ കുട്ടി ശ്രമിക്കുമ്പോൾ ഈ ശ്രമങ്ങളെ പലപ്പോഴും വൃത്തികേടാണ്, അല്ലെങ്കിൽ അച്ചടക്കമില്ലായ്മയാണ്, ഗുരുത്വക്കേടാണ്, ചില നാട്ടിൽ പൊട്ടിത്തെറിപ്പാണ് എന്നൊക്കെ പറഞ്ഞിട്ട് അതിനെ നമ്മൾ മുദ്ര കുത്തുകയാണ് പതിവ്. മാത്രവുമല്ല, ചില മാതാപിതാക്കളൊക്കെ പറയാറുണ്ട്, എൻ്റെ മകനെ, ഈ ചെറിയ പ്രായമുള്ള കൊച്ചിനെ കുറിച്ചാണ് പറയുന്നത്, എൻ്റെ മകനെ ഒരിടത്ത് ഇരുത്തി കഴിഞ്ഞാൽ അവൻ അവിടെ തന്നെ ഇരുന്നോളും, നല്ല കുട്ടിയാണ്. സത്യം പറഞ്ഞാൽ ആ കുട്ടിക്കാണ് പ്രശ്നമുള്ളത്. കാരണം ആ കുട്ടി 10 വയസ്സായാലും അതേ ഇരുത്തും അവിടെ ഇരിക്കും. അപ്പം മാതാപിതാക്കൾ കൗൺസിലിങ്ങിന് വേണ്ടി കൊണ്ടുവരേണ്ടി വരും. സാറേ, എൻ്റെ മകനാണ് സാറേ, അവൻ 10 വയസ്സായിട്ടുണ്ട്, അവനൊരു ഇതൊന്നും ഇല്ല, സാറ് കൗൺസിൽ ചെയ്തൊരു ഇതൊക്കെ ഉണ്ടാക്കണം എന്നൊക്കെ പറഞ്ഞിട്ട് കൗൺസിലിങ്ങിന് വേണ്ടി വരുന്ന ഒരു ഘട്ടം അപ്പോഴാണ് ഉണ്ടാവുന്നത്. അപ്പോൾ ഈ ഒരു 1.5-2 വയസ്സ് പ്രായമുള്ള ഒരു കൊച്ചിനെ ഒരു മരത്തൊട്ടിലിട്ട് ആ കുട്ടി അവിടുന്ന് രക്ഷപ്പെടാൻ ശ്രമിക്കുന്നു. ആ കുട്ടി അവിടുന്ന് മുകളിലൂടെ ചാടി രക്ഷപ്പെടാൻ നോക്കുന്നു, മറ്റ് പല മാർഗങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് രക്ഷപ്പെടാൻ ശ്രമിക്കുന്നു. അവസാനം ആ കുട്ടി അവിടുന്ന് രക്ഷപ്പെടുന്നു. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ആ കുട്ടി കഴിവില്ലാത്ത കുട്ടിയായിരുന്നുവെങ്കിൽ അവിടെ തന്നെ ഇരുന്നേനെ. അതിനെ ഒന്നും മിണ്ടാതെ അവിടെ ഇരിക്കുന്നതിനേക്കാളും നല്ലതാണ് കരയുക എന്ന് പറയുന്നത്. കാരണം അത് ഈ ഒരു സംഭവത്തോടുള്ള പ്രതിഷേധമെങ്കിലുമാണ് കരയുക എന്ന് പറയുന്നത്. അതിനേക്കാളും നല്ലതാണ് ആ കുട്ടി അവൻ്റേതായ ഇൻബിൽട്ട് കഴിവുകൾ ഉപയോഗിച്ചുകൊണ്ട് തന്നെ അതിൽ നിന്ന് രക്ഷപ്പെടാനുള്ള മാർഗങ്ങൾ ആ കുട്ടി അന്വേഷിക്കുക എന്ന് പറയുന്നത്. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് ഈ കുട്ടിയെ നാം വിളിക്കേണ്ടത്? സാധാരണ രീതിയിൽ വികൃതിയാണ്, അല്ലെങ്കിൽ അച്ചടക്കമില്ലാത്തവനാണ്, അങ്ങനെയുള്ള പല പേരുകളും, ഓരോ നാട്ടിലും ഓരോ പേരുകളാണ്, പലതരത്തിലുള്ള പേരുകൾ വിളിച്ചുകൊണ്ടാണ് ഈ കുട്ടിയെ നമ്മൾ കൈകാര്യം ചെയ്യാറുള്ളത്. അപ്പോൾ സത്യം പറഞ്ഞാൽ ഈ കുട്ടിയെ നമ്മൾ വിളിക്കേണ്ടത് ക്രിയേറ്റീവ് എന്നാണ്. കാരണം ആ കുട്ടി ഇപ്പോൾ ചെയ്തിരിക്കുന്നത് വളരെ പ്രാധാന്യമുള്ള ഒരു സ്കില്ലാണ് ആ കുട്ടി ഇപ്പോൾ കാണിച്ചിരിക്കുന്നത്. അതെന്താണ്? ലോകാരോഗ്യ സംഘടന ഒരു മനുഷ്യനുണ്ടാവണമെന്ന് പറയുന്ന അടിസ്ഥാനപരമായ 10 സ്കില്ലുകളുണ്ട്. അതിൽപ്പെട്ട ഒന്നാണ് പ്രോബ്ലം സോൾവിങ് സ്കിൽ എന്ന് പറയുന്നത്. ഈ പ്രോബ്ലം സോൾവിങ് സ്കിൽ ഈ കുട്ടി ഒരു പ്രശ്നത്തിൽ എത്തിപ്പെട്ട സമയത്ത് അവൻ തന്നെ അവൻ്റെ ആ ഒരു പ്രോബ്ലം പരിഹരിക്കുന്നതിന് വ്യത്യസ്തമായ മാർഗങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് അവൻ ശ്രമം നടത്തുന്നു, അല്ലെങ്കിൽ അവൻ അത് ചെയ്യുന്നു. അങ്ങനെ അവൻ അതിൽ നിന്ന് രക്ഷപ്പെട്ട് പുറത്തേക്ക് വരുന്നു. ആ കുട്ടിക്ക് പ്രോബ്ലം സോൾവിങ് സ്കില്ലുള്ള പയ്യനാണ് അവൻ. അവൻ വലുതായി കഴിഞ്ഞാൽ, MBA കഴിഞ്ഞ് ഏതെങ്കിലും ഒരു കമ്പനിയുടെ HR മാനേജർ ആയി കഴിഞ്ഞാൽ പുഷ്പം പോലെ ആ കമ്പനിയിലെ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ അവന് കഴിയും. ഇതിന് പകരം ഇത് കഴിവാണ്, കൊച്ചിൻ്റെ കഴിവാണ് ഇത് എന്ന് തിരിച്ചറിയാൻ നമുക്ക് സാധിക്കാത്തത് കൊണ്ട് അതിനെ മറ്റെന്തൊക്കെയാണെന്ന് പറഞ്ഞ് മുദ്ര കുത്തി അവസാനം അത് പാടില്ലാത്തതാണ് എന്ന മെസ്സേജ് അവന് കൊടുത്ത് അവസാനം ആ ഒരു സ്കില്ല് അവനിൽ നിന്ന് എന്നേക്കുമായി നമ്മൾ ഇല്ലാതാക്കി മാറ്റുന്നു. അങ്ങനെ വരുന്ന സമയത്ത് പ്ലേസ്മെൻ്റ് ഒക്കെ ലഭിക്കുന്ന സമയത്ത് സ്വന്തമായിട്ട് കാര്യങ്ങളൊന്നും ചെയ്യാൻ കഴിയാത്തൊരവസ്ഥയിലേക്ക് ആ കുട്ടി മാറുന്നു എന്നുള്ളതാണ്. അപ്പം അതുകൊണ്ട് ഇതൊരു ഉദാഹരണം മാത്രമാണ്. ഇങ്ങനെയുള്ള ഒരുപാട് കഴിവുകളാണ് നമ്മുടെ കുട്ടികൾക്കുള്ളത്. അപ്പോൾ ആ കഴിവുകൾ നമുക്കിഷ്ടപ്പെടാത്തതിനൊക്കെ എന്തൊക്കെയോ നെഗറ്റീവിൻ്റെ പേരും പറഞ്ഞുകൊണ്ട് മാറ്റി നിർത്താതെ കഴിവുകൾ, ഇങ്ങനെയുള്ള ധാരാളം കഴിവ്, അതിൻ്റെ പ്രധാനപ്പെട്ട ഒരു ഉദാഹരണം പറഞ്ഞതാണ്, ഇങ്ങനെയുള്ള ധാരാളം കഴിവുകളാണ് നമ്മുടെ കുട്ടികൾക്കുള്ളത്. അത് അതിൻ്റേതായ രീതിയിൽ കണ്ടെത്തുക എന്നതാണ് രക്ഷിതാക്കന്മാരായ മക്കളുടെ വളർച്ച ആഗ്രഹിക്കുന്ന നമുക്ക് ചെയ്യാവുന്ന കാര്യം. നമ്മുടെ മക്കളെ ആ രീതിയിൽ സ്കിൽഫുള്ളായിട്ട് നമുക്ക് വളർത്തിക്കൊണ്ടുവരണം. തീർച്ചയായിട്ടും നമുക്കതിന് സാധിക്കും. ഇനിയും ഇതുമായി ബന്ധപ്പെട്ട മറ്റു വിഷയങ്ങളുമായി അടുത്ത എപ്പിസോഡുകൾ വീണ്ടും കാണാം. ബി വിത്ത് us, വാച്ച് ആൻഡ് സബ്സ്ക്രൈബ് ഹാപ്പി ലൈഫ് TV.